പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുകാരമായ അങ്ങയുടെ വത്സരത്തിലും ഞങ്ങളുടെ രക്ഷകനാഥനുമായി ശമിശയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരമായി അങ്ങയുടെ വത്സരസുദിനം ഞങ്ങൾ രക്ഷകനാഥനുമായി ശമിശയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവേ, അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് ജീവിതമാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ ജീവിതനാകുന്നു. ദൈവത്തിനുമല്ലായിരിക്കും മറിയമേ, ഞങ്ങളുടെ ജീവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവേ, അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് ജീവിതമാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ജീവിതനാകുന്നു. നമ്മൾ ഇന്ന് എവിടെ ആയിരിക്കുന്നത് പയ്യമ്പള്ളിയിലെ ചിന്നമ്മച്ചേച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്കായിട്ടാണ്. നമുക്ക് എവർക്കും അറിയാം, വലിയൊരു വേർപാടിൻ്റെയും ദുഃഖത്തിൻ്റെയും നിമിഷത്തിലാണ് പയ്യമ്പള്ളിയിലെ കുടുംബാംഗങ്ങളും അയൽവാസികളും. ചെറിയ ഒരു രോഗം മൂലം ആശുപത്രിയിലായിരിക്കുകയും പെട്ടെന്ന് നമ്മളോട് വേർപിരിഞ്ഞു പോയ ചിന്നമ്മച്ചേച്ചിയെ ഓർത്ത് പ്രത്യേകം നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്നേ ദിവസം പേരാവൂരുടെ വകയെ സംബന്ധിച്ചോളം വളരെ ദുഃഖം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇടഭാഗങ്ങളുടെ എല്ലാ ആദരവും ഈ നിമിഷം നമുക്ക് നൽകുവാൻ വിചാരിച്ചതിനെ പ്രതികരിച്ച് നമ്മൾ ഓരോരുത്തരുടെ ആയിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് ഓരോരുത്തരുടെയും ഭൂമിയിലെ ദൗത്യം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് അവൻ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാണിത്. ആയതിനാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിയിരിക്കുന്ന ഈ അമ്മച്ചിയെ ഓർത്ത് നമുക്കിന്നേ ദിവസം പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കുകയും
അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ആത്മാർത്ഥമായി അമ്മച്ചിയെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അനുഭവിക്കുന്ന പാവങ്ങളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാവമോചനത്തിനായി പനിനീരിനെ ആശ്രവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വം നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീ ആകാശത്തിലെ ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിന്റെയും നാദരമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. അവനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാകത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതമാകുന്നു. മനുഷ്യരെ ഓർപ്പിക്കുന്ന നിന്റെ നാമസ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതമാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊട്ടുന്നു, അത് ആർക്ക് വേണ്ടി അവൻ അറിയുന്നില്ല. പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതമാകുന്നു. മനുഷ്യരെ ഓർപ്പിക്കുന്ന നിന്റെ നാമസ്തുതി. പ്രാർത്ഥിക്കും നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഏർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും ഭൂമിയുടെ രാജാവ് ജീവന്റെ മരണത്തിന്റെ നാഥനമാകുന്ന പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന വരമിരുന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വർദ്ധനങ്ങൾ കർത്താവ് വിശ്വസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജൻ ഞാൻ. അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ. ശാന്തി നിനക്കുപകർന്നേരും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും.
മർത്യതയേവം സകലേശൻ നിരമോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുന്നിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേൻ. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വലത്ത് വലമ്പാകെ നൽകണമേ നിത്യായുസ്. പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദര വിശുദ്ധ പൗലോസ് ലീഗ ഫെലിസിനോക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരെ, മറ്റുള്ളവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കുകയും നമ്മുടെ കർത്താവ് ആകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാരണത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ എഴുന്നേറി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരുടെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിൻ്റെ കൂടെ അയക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളെ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും. കർത്താവേ, രക്ഷനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയെന്നോട് മിശിഹായുടെ സുവിശേഷം. ദൈവവചനം കേൾക്കുകയും അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യവനുണ്ട്. ഇത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുവന്നാൽ ജീവന്റെ ഉടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉടമായിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ ഭക്തിയോടുകൂടെ നല്ല വയസ്സനാകത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിന്റെമായി കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിഥ്യയായ നിന്റെ കൽപ്പനയായി ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് പുറമുഖത്തിൽ സൃഷ്ടിച്ചതായി എത്തിക്കുക നിന്റെ പറ്റിച്ച ദൂതന്മാരെ നിയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്ഷത്തിന്റെ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണം പ്രധാനം ചെയ്ത മിശിഹായ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിക്കുകയും സ്വർഗ്ഗരാജ്യത്തെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണീരിന്റെ ഇന്ത്യ മിശിഹായെ കരയനയുടെ കണ്ണീർ തുടങ്ങുകയും അവരെ അസ്വസ്ഥിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായ നിന്റെ ഈ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെ സാക്ഷ്യക്കാരെയും ആസ്വദിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസിനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരം വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസിനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരം വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചതിൽ നെളിയേർപ്പെട്ട് കരഞ്ഞു കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ബേസിനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ജീവനമൈരം ഞാനാകുന്നു കരയരുദേവം കരുണവന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞ. അന്നൊരു ദിവസം ബേസിനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിക്കും. അതിനാൽ നീതിയുടെ ന്യായാധീനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മൂടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ വ്യക്തികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ശാന്തതയിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. കുടുംബാംഗങ്ങൾക്ക് അവസാന ചുംബനം നൽകുവാനുള്ള അവസരമാണ്. തൊട്ടടുത്ത കുടുംബാംഗങ്ങൾ മാത്രം അവസാന ചുംബനം നൽകി നമുക്ക് യാത്രയാകാം പള്ളിയിലേക്ക്. അപ്പോൾ പള്ളിയിലേക്കുള്ള യാത്ര ശ്രദ്ധിക്കേണ്ട ബാക്കിയുള്ളവർക്കെല്ലാം നമുക്ക് വഴിയിലേക്ക് പോകാം. പക്ഷേ ആദ്യം ആംബുലൻസ് ആയിരിക്കും പോകുന്നത്. ബാക്കി വാഹനങ്ങളെല്ലാം ആംബുലൻസിൻ്റെ പുറകിലായിട്ട് പള്ളിയിലേക്ക് വരുവാനായിട്ട് പരിശ്രമിക്കുക. അതിനാൽ സാധിക്കുന്ന മറ്റ് ആൾക്കാർക്കെല്ലാം നമുക്ക് പതിയെ താഴ്ത്തി. എൻ്റെ സഹോദരൻ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നടനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതകളമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കാ ചെയ്തതിനെല്ലാം വിശുദ്ധനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാൽ എൻ പ്രിയജനമേ ആനന്ദിനമാലിവോ ഓർക്കണമെന്നേ. ആഡംബരവും പ്രൗഢിയുമെല്ലാം നശോന്മുഖമാ നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ഹൃദയമില്ലാത്തോർ ഉന്നതോത്രേ പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലേ
ശബ്ദമുയർത്തുമ്പോൾ
മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ദൈവത്തിന്റെ പരമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയരാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കപടമത്തമാകുന്നു. വിശുദ്ധമാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിനും നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കപടത്തെ നീ ആശീർവദിക്കണമേ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ നന്മയുള്ളവനാകും. പരിശുദ്ധാത്മാവും സ്തുതി. യേശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളവും പോകാതിനെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാസകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ഇവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മനുഷ്യരാ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
വന്നു കഴിഞ്ഞ പ്രാർത്ഥനയുടെ സമയത്ത് അന്ത്യവികാരം എത്തിക്കാനുള്ള സമയമാണ്. അതുപോലെ 2 ലൈനായിട്ട് നന്നായി വന്ന് പ്രകടിപ്പിക്കുക. ഈ 2 സൈഡിൽ നിന്ന് സ്ത്രീകളുടെ സൈഡിൽ നിന്ന് ആളുകൾ മാറി നിൽക്കുക. കുടുംബാംഗങ്ങൾ പുറകോട്ട് മാറി നിൽക്കുക. കുടുംബാംഗങ്ങൾ അവസാനമായിരിക്കും അന്ത്യവികാരമാക്കിക്കുന്നത്. മറ്റുള്ളവർ വന്ന് അന്ത്യവികാരം അറിയിച്ച് പുറത്തേക്ക് മാറി നിൽക്കുക. സ്ത്രീകൾ എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നനവത്താമേ നല്ലൊരു ഫലം ഭാഗേ. കർത്താവേ നിൻ കുരിശിലെ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവന്താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ കരുണായുസ്സും. അവരുടെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശൗര്യവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യതയിൽ ചേർക്കണമേ. ആദ്യമുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥാനിൻ തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ആദ്യമുതലേക്കുമേൻ സർവാധിപനാം കർത്താവേ നിന്നെ നമിക്കുന്നു. ഈശോമിശിഹ ഞങ്ങളിതാ നിന്നെ അറിയിച്ചു പുകഴ്ത്തുന്നു. ഘോഷിക്കുവൻ സർവേശ നീ പരിശുദ്ധൻ. ബലവാനേ നീ പരിശുദ്ധൻ. നിത്യരാജ്യൻ പരിശുദ്ധൻ. നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ശ്രദ്ധിക്കുവാൻ അവരെ മനസ്സിലാക്കണമേ. ജീവനെയും മരണത്തെയും കാലം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിൻ ദാസേവിധി നാളിൽ കാഹള സംഗീതം എന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞവൻ മഹിമത്തിയോടെ നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞവൻ മഹിമത്തിയോടെ നിർമ്മല ദരിദ്രകളാം സാറായേലീശ മർത്തയോടും കൂടെ കൊടുശീലുദ്ധാനം നിതരാം കനിവാർന്നരുളട്ടെ. കർത്താവിലേശൻ നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞവൻ മഹിമത്തിയോടെ
ഉയർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി. ജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോഴും എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവേ, നീ നിരാശപ്പെടുന്നു, നീ വിഷാദിച്ചു കലങ്ങുന്നു, നീ ദൈവത്തെ ആശ്രയിക്കുക. കുടുംബാംഗങ്ങളെ വർണ്ണോദ്യോഗത്തിന് അർപ്പിക്കുക. ശക്തനെ കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സർവത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർത്തും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടതായ മിശിഹായുടെ അതേ ശരീരത്തെ അന്നത്തെ അനുഭവിക്കുകയും ദൈവങ്ങളുടെ സംസ്കാരത്തിൽ സഹകരിച്ച് ആളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുറത്തേക്ക് ഇവിടെ രാജ്യം നല്ല Thank you.